മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുന്നു. മുതിർന്ന ഭൗമശാസ്ത്രജ്ഞൻ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള 5-അംഗ സംഘം ദുരന്ത മേഖലയിൽ പരിശോധന നടത്തുന്നു. അതിനിടെ വെള്ളാർമല സ്കൂളിന് സമീപത്ത് നടത്തിയ തിരച്ചിലിൽ 4 ലക്ഷം രൂപ കണ്ടെടുത്തു. ഫയർഫോഴ്സിന്റെ 100ഓളമുള്ള സംഘങ്ങളാണ് വിവിധ സ്ഥലങ്ങളിൽ തിരച്ചിൽ നടത്തുന്നത്. വെള്ളാർമല സ്കൂളിന്റെ ബാക്കിലുള്ള സ്ട്രീമിൽ നോക്കിയപ്പോഴാണ് ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിൽ ഈ ഇത്രയും രൂപ കിട്ടിയത്. അപ്പോൾ ഇതിനകത്ത് 500ന്റെ ഒരു 7 കെട്ടും 100ന്റെ 5 കെട്ടും ഉണ്ട്. അപ്പോൾ നമ്മുടെ അനുമാനം ആ കെട്ടുകൾ അങ്ങനെ ആയതുകൊണ്ട് അതൊരു 4 ലക്ഷം രൂപയോളം കാണുമെന്ന് അനുമാനിക്കുന്നു. ഇതെല്ലാം പോലീസ് പാർട്ടിയും ആ സ്ഥലത്തുണ്ടായിരുന്നു. നമ്മൾ അവരുമായിട്ട് പോലീസ് കൺട്രോൾ റൂമിലോട്ട് ഇത് കൈമാറുന്നുണ്ട്. ചൂരൽമലയിലെ ദുരന്ത മേഖലയ്ക്ക് സമീപം സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ദേശീയ പതാക ഉയർത്തി. തനേഷ് തമ്പി, നിതിൻ അംബുജൻ, ഷഹദ് റഹ്മാൻ എന്നിവരാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം തനേഷ് തമ്പിയിലേക്ക്. തനേഷ്, ഇന്ന് തിരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? അതുപോലെ വിദഗ്ധ സംഘത്തിന്റെ സന്ദർശനം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? രാവിലെ 9 മണിയോടെയാണ് ഇന്ന് തിരച്ചിൽ പുനരാരംഭിച്ചത്. ഇന്ന് തിരച്ചിൽ പ്രധാനമായും നടക്കുന്നത് 124 പേരെയാണ് കാണാതായിരിക്കുന്നത്. അവരെ കണ്ടുകിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ അല്ല ഇന്ന് നടക്കുന്നത് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. മറിച്ച് ഈ വീടുകളിൽ, തകർന്നു കിടക്കുന്ന വീടുകൾക്കുള്ളിൽ വിലപിടിപ്പുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് രേഖകൾ, സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ചോദിച്ചുകൊണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലും മറ്റും കഴിയുന്നവർ വരുന്നു. അവർക്ക് വേണ്ട സഹായങ്ങൾ ഇവിടെയുള്ള വോളണ്ടിയേഴ്സും മറ്റും നൽകുന്നു. അങ്ങനെ നടക്കുന്ന തിരച്ചിലുകളാണ്, തകർന്നു കിടക്കുന്ന വീടുകളിൽ നടക്കുന്ന തിരച്ചിലുകളാണ്. 2 വട്ടം ഇതിനോടകം തന്നെ ഈ പ്രദേശങ്ങളിൽ ആകെ കൂടുതൽ മൃതദേഹങ്ങളുണ്ടോ, ശരീരഭാഗങ്ങളുണ്ടോ എന്നത് സംബന്ധിച്ചിട്ടുള്ള പരിശോധനകൾ നടത്തിയിരുന്നു. അതിൽ കൂടുതലൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബന്ധുക്കൾ അല്ലെങ്കിൽ ആരെങ്കിലും സംശയം പ്രകടിപ്പിക്കുന്ന ഇടങ്ങളിൽ മാത്രമായി ഇപ്പോൾ ഈ തിരച്ചിൽ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉള്ളതുപോലെയുള്ള വലിയ രീതിയിലുള്ള വ്യാപകമായ തിരച്ചിൽ എവിടെയും കാണുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ വെള്ളാർമല സ്കൂളിന് പുറകിലുള്ള ഒരു വീട്ടിൽ അത്തരത്തിലുള്ള ഒരു പരിശോധന ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് സമീപത്ത് തന്നെ ഒരു കാറൊക്കെ മറിഞ്ഞു കിടക്കുന്ന അതൊക്കെ നമുക്ക് കാണാൻ കഴിയും. ആദ്യ ദിവസങ്ങളിൽ തന്നെ വന്ന ദൃശ്യങ്ങളിൽ ഇതെല്ലാം ഉണ്ടായിരുന്നതാണ്. പക്ഷെ അവിടെ ആ വീട്ടിനകത്ത് ഇപ്പോൾ സന്നദ്ധ പ്രവർത്തകർ കയറി അവിടെ എന്തെങ്കിലുമൊക്കെ വിലപിടിപ്പുള്ള വസ്തുക്കളോ അല്ലെങ്കിൽ ഉടമസ്ഥ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള പരിശോധനയാണ് നടക്കുന്നത്. ഇതിനിടയിലാണ് ഇന്ന് ഈ വെള്ളാർമല സ്കൂളിന്റെ പുറകിൽ തന്നെ ഈ ഒരു സ്ട്രീമിന് ഒരു വശത്തായി ഒരു കവർ കളഞ്ഞു കിട്ടിയത്. ആ കവറിനകത്ത് ഏതാണ്ട് 4 ലക്ഷം രൂപ ഉണ്ട് എന്നുള്ളതാണ് അനുമാനിക്കുന്നത്. അത് ഇവിടെ തന്നെ സമീപത്തുള്ള SBI ബ്രാഞ്ചിന്റെ അടയാളപ്പെടുത്തലുകൾ അതിനകത്തുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അതിന്റെ ഉടമസ്ഥനെ കണ്ടെത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് ഫയർഫോഴ്സ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും അത്തരത്തിലുള്ള പരിശോധനകൾ കൂടുതൽ വ്യാപകമായി നടക്കുന്നുണ്ട്. അതിനിടയിൽ തന്നെ പ്രമുഖ ഭൗമശാസ്ത്രജ്ഞൻ ജോൺ മത്തായുടെ നേതൃത്വത്തിലുള്ള സംഘം ഇതിനോടകം ഇപ്പോൾ ഇതിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടത്തേക്ക് പോയിട്ടുണ്ട്. അവിടെ അത്തരത്തിലുള്ള പരിശോധനകളെ ഇതിന്റെ ഒരു ആഘാതം എത്രത്തോളം ഉണ്ട്, അതുപോലെ തന്നെ ഇത് ഏതൊക്കെ മേഖലകളെയാണ് ദുർബലപ്പെടുത്തുക, എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി തുടർന്ന് ശ്രദ്ധിക്കേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള 5-അംഗ സംഘം പരിശോധന ഇന്ന് പൂർത്തിയാക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ നാളെ തന്നെ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സാധ്യത. എന്തായാലും ഈ ഒരു ആഘാതത്തിൽ നിന്ന് കരകയറിയിട്ടില്ലാത്ത പ്രദേശമാണ് ഈ ചൂരൽമലയും അതുപോലെ തന്നെ മുണ്ടക്കയും ഒക്കെ. അവിടെ അവസാനവട്ട പ്രതീക്ഷയോടുകൂടിയുള്ള തിരച്ചിലുകൾ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് ശരീരഭാഗങ്ങൾക്ക് വേണ്ടിയോ മൃതദേഹങ്ങൾക്ക് വേണ്ടിയോ ഉള്ളതല്ല എന്നുള്ളതാണ്. മറിച്ച് ഇത്തരത്തിലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഡോക്യുമെന്റുകൾ, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. അതിനാവശ്യമായ ആളുകൾക്ക്, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾക്ക് നേരിട്ടെത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും കാലാവസ്ഥ പ്രതികൂലമായില്ലെങ്കിൽ ഇത് ഈ പരിശോധന തുടരും. ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴയാണ് ഈ മേഖലയിലാകെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഉച്ചയോടുകൂടി ഇവിടെ നിന്ന് ആളുകളെ ആകെ ഒഴിപ്പിക്കും എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടർന്നു വരുന്ന രീതി. ഇന്ന് ഇതുവരെ തെളിഞ്ഞ അന്തരീക്ഷമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ മേഖലകളിലേക്ക് ഇത് വ്യാപിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. വിവിധ സേനാ വിഭാഗങ്ങൾ, പോലീസ്, ഫയർഫോഴ്സ്, ഒപ്പം തന്നെ ഏതാണ്ട് 191 സന്നദ്ധ പ്രവർത്തകരും ഈ തിരച്ചിലിന്റെ ഭാഗമായി ഈ പ്രദേശത്താകെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വേണു. ശരി, തനേഷ് തമ്പിയാണ് ചൂരൽമലയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അവിടെ ഇന്ന് വ്യാപകമായ തിരച്ചിലില്ല. വീടുകൾ, അതുപോലെ തന്നെ തകർന്ന കെട്ടിടങ്ങൾ, അതിൻ്റെ ഭാഗത്ത് അതിനുള്ളിൽ ഉള്ള പരിശോധനയാണ്. രേഖകളും മറ്റും കണ്ടെത്താനുള്ള നീക്കങ്ങളാണ് അവിടെ നടത്തുന്നത്. ക്യാമ്പിൽ കഴിയുന്നവർ അവരുടെ ആവശ്യപ്രകാരം ഈ പറയുന്ന സന്നദ്ധ സംഘങ്ങളോടും അതുപോലെ തന്നെ തിരച്ചിൽ നടത്തുന്ന ഉദ്യോഗസ്ഥരോടും ആ കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ഒപ്പം ജോൺ മത്തായുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘവും ഈ പുഞ്ചിരിമട്ടത്ത് പരിശോധന തുടരുന്നു.